District Chairman, Kishore Babu, other എത്രയും ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ ആറാം പരിപാടിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 6 മാസക്കാലമായി നിരന്തരമായ സമര പരിപാടികൾ ആവിഷ്കരിക്കുകയും അത് കേരളത്തിൻ്റെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഇങ്ങനെയൊരു സമര പരിപാടി ധർമ്മ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ വകയിരുത്തേണ്ട ധനവിനിയോഗ ബില്ലുകൾ മുഴുവൻ നടത്തിയിട്ടുള്ള കൃത്രിമങ്ങൾ അത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നുള്ളത് ജനങ്ങളിലേക്കുള്ള സന്ദേശം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമഗ്രാമാന്തരങ്ങളിലും മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സംസ്ഥാന ബഡ്ജറ്റ് അത് അവതരിപ്പിക്കുമ്പോൾ അതൊരു വീടിൻ്റെ ബഡ്ജറ്റ് ആയിക്കോട്ടെ, ഒരു സർക്കാരിൻ്റെ ബഡ്ജറ്റ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്, നമുക്ക് ചിലവാക്കേണ്ട തുക എത്രയാണ്, അതിൽ നിന്ന് നീക്കിയിരിപ്പ് എത്രയാണ്, നീക്കിയിരിപ്പില്ലെന്നുണ്ടെങ്കിൽ കടം ബാധ്യത ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കടമെടുക്കുവാനുള്ള അവകാശം എത്രയാണ് എന്ന് നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു രൂപരേഖയ്ക്കാണ് ബഡ്ജറ്റ് എന്ന് വിഭാവനം ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 8 വർഷക്കാലം നീണ്ട ഭരണത്തിനിടയിൽ ഏറ്റവും അവസാനമായിട്ടുള്ള പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാൽ കേരള നിയമസഭയിൽ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സമ്മാനമായി നൽകുന്നതെന്നാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി പ്രസംഗത്തിൽ, ബഡ്ജറ്റിനെ കുറിച്ചുള്ള മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം ഓരോ ഖണ്ഡികയും എടുത്ത് വിശകലനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ബഡ്ജറ്റിൻ്റെ പൊള്ളത്തരം വിളിച്ചു പറയുക. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമരത്തിൻ്റെ അങ്കണം വേദി എന്ന് പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് സമസ്ത വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന, സമസ്ത വിഭാഗം ജനങ്ങളുടെയും വികസനത്തിനും വേണ്ടിയിട്ടുള്ള ധനവിനിയോഗ ബില്ലിൽ നിന്ന് വരുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള അവകാശം പഞ്ചായത്തിനോട് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ടെൻഡറിങ്ങിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബഡ്ജറ്റ് വിഹിതമുണ്ടാകണം. നിർഭാഗ്യവശാൽ 100 രൂപ പദ്ധതി വിഹിതം കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് അത് 60% വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു റോഡ് പണിയുവാൻ 1 ലക്ഷം രൂപ ബഡ്ജറ്റ് തയ്യാറാക്കുവാൻ, എസ്റ്റിമേറ്റ് കോസ്റ്റ് തയ്യാറാക്കുവാൻ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ അത് 60 രൂപയ്ക്ക് എങ്ങനെ തീർക്കാൻ പറ്റുമെന്നുള്ള മാജിക്കൽ ഫിലോസഫിയാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വികസന പ്രവർത്തനം നടത്തുവാനുള്ള നീക്കിയിരിപ്പ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലില്ല. കഴിഞ്ഞ 8 വർഷക്കാലത്തെ കെടുകാര്യസ്ഥതയും ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ള തീക്ഷണാശക്തിയും ഇല്ലാതെ വരുന്നത് കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ രൂപരേഖ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും ജീവിതോപാധിയെ തടഞ്ഞു നിർത്തുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് തലത്തിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുരടിച്ച് അവസാനിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഒരു പഞ്ചായത്തിലെ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ടറുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. ആ വർക്ക് പൂർത്തീകരിച്ച് അതിന്റെ ബില്ല് ട്രഷറിയിലേക്ക് പോയാൽ 7-8 മാസം എടുക്കുന്നു. അത് ട്രഷറിയിൽ നിന്ന് പാസ്സായി വരുവാൻ അത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അതും ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കെടുകാര്യസ്ഥതയിലേക്ക് നമ്മുടെ രാജ്യം തള്ളി നീക്കപ്പെട്ടത്? ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത സാമ്പത്തിക അസമത്വത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്, നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. 2 കാരണങ്ങളാണെന്നുള്ളത്. ഒന്ന്, അന്ധമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഊന്നി നിന്നുകൊണ്ട് വികസന പ്രവർത്തനത്തിന്റെ അതിന്റെ കമ്പാർട്ട്മെന്റിന്റെ കണ്ണുകൾ കൂടി മാത്രം കണ്ടുകൊണ്ട് അവരുടേതായ രുചി ചേരുവകൾക്കുള്ള മസാലകൾ ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യം വികസിക്കുന്നതും ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വികാസങ്ങളും കണ്ണിലെടുക്കാതെ അതിന് ബദലായി ചില ശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി കഴിഞ്ഞ 8 വർഷമായി നടത്തുന്നതിന്റെ പരിണത ഫലമാണ്. അതിനൊരു അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലൂടെ കേരളത്തിലെ ജനങ്ങൾ
വിജയൻ അടിച്ചേൽപ്പിച്ചത്. നമുക്കറിയാം, മുൻ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രൂപരേഖയ്ക്ക് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തില്ലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ നല്ല കാര്യക്ഷമമായ PWD എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു, പൊതുപൊതുമരാമത്ത് വകുപ്പുണ്ടായിരുന്നു, അഭ്യസ്തവിദ്യരായ എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റി നമ്മുടെ നാട്ടുകാരനായ ധനകാര്യമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് കിഫ്ബി എന്ന് പറയുന്ന ആശയവും ഉയർന്നതും അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് പോകുന്നത്. അവിടെ തുടങ്ങി നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയുടെ കടിഞ്ഞാൻ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കിഫ്ബിയുടെ വരവലോടുകൂടി അതിന്റെ പ്രവർത്തനങ്ങളോടുകൂടി കേരള സംസ്ഥാനത്തിന്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയും താറുമാറാകുന്ന തരിപ്പണമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി അതിന്റെ പരിണതഫലമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നമ്മളുടെ നികുതി പിരിവിൽ നിന്നുണ്ടാകുന്ന വരുമാനം, ആ വരുമാനത്തിൽ നിന്നും വികസന പ്രവർത്തനത്തിലേക്ക് മാറ്റിവെക്കേണ്ട തുക കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പണം പുറത്തു നിന്ന് കടമെടുക്കും. അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്.